അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവ് പറയാണ്, കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾക്ക് ജന്മം നൽകണം. പറഞ്ഞ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിലെ ജീവിതം തടയരുത്. ഗർഭഛിദ്രം, സന്താനങ്ങൾ ഉണ്ടാവുന്നതിനുള്ള കാലതാമസം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ സമകാലിക ആത്മീയ മണ്ഡലത്തിൽ അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ. ഒന്ന്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാലതാമസം. രണ്ട്, കുഞ്ഞുങ്ങളെ വേണ്ട. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയുന്ന പ്രവണത. ഇത് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളെ തടയരുത് എന്നാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, കർത്താവ് പറയാണ്, കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വിടണം. കുട്ടികളെ യേശുവിന്റെ അടുത്ത് ഫ്രീക്വന്റ് ആവാൻ സഹായിക്കണം. അതായത് കുട്ടികൾക്ക് യേശുവുമായി ഫെമിലിയാരിറ്റി ഉണ്ടാക്കണം. അപ്പൊ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ശിഷ്യന്മാര് തടയുമ്പോ ഈശോ ശിഷ്യന്മാരെ ശകാരിച്ചു എന്നാ പറയുന്നത്. ശകാരിച്ചു, വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, തടയരുത്. കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരുന്നത് തടയരുത്. അപ്പോ ആത്മീയ കാര്യത്തിൽ നിന്നും മക്കളെ തടയാൻ പാടില്ല. ആത്മീയ കാര്യത്തിന് ദാഹമുള്ളവരെ തടയാൻ പാടില്ല. ദൈവവിളി സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ തടയാൻ പാടില്ല. യേശുവിനെ അടുത്ത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ തടയാൻ പാടില്ല. അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. വാക്കുകൊണ്ട് അതിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല.